വിശുദ്ധ ഖുർആനിലെ അവസാന സൂറത്തുകളായ സൂറത്തുൻ നാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൽ ഇഖ്ലാസ്, ഈ 3 സൂറത്തുകൾ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം എപ്പോഴും ഓതുന്ന ഒരു സൂറത്തായതുകൊണ്ട് തന്നെ പല ആളുകളും ഏത് നിസ്കാരത്തിലാണെങ്കിലും ഓതുന്ന സൂറത്തുകളാണ് ഈ ഒരു സൂറത്തുകൾ. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പിഴവുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ നാം വഖഫ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളിങ്ങനെ വഖഫിൻ്റെ രൂപത്തിലാണെങ്കിലും പക്ഷേ ചിലപ്പോൾ അത് വഖഫ് ആവാതെ വരുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ ഓതുമ്പോൾ ഉദാഹരണത്തിന് സൂറത്തുൽ ഇഖ്ലാസ് ഓതുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ്. ഈ ഓത്ത് ശരിയായോ? കാരണം ഞാനിപ്പോൾ ശ്വാസം വിട്ടത് അവസാനത്തെ ഈ 3 ആയത്ത് ഓതിയപ്പോഴാണ്. അതിനു മുമ്പ് നാം ശ്വാസം വിട്ടിട്ടില്ല. ഒന്നുകിൽ ഓരോ ആയത്ത് ഓതുമ്പോൾ നമ്മൾ ശ്വാസം വിടേണ്ടതുണ്ട്. ഖുൽ ഹുവല്ലാഹു അഹദ്, പിന്നെ ശ്വാസം അവിടെ മുറിഞ്ഞു. ഇനി അടുത്തത് അല്ലാഹുസ് സ്വമദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ്. ഇങ്ങനെയാണ് ഓതേണ്ടത്. കൂട്ടി വായിക്കുമ്പോൾ എങ്ങനെയാണ്? ശ്വാസം വിടാതെ ഓതുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ശ്വാസം വിട്ട് എന്ന നിലക്കാണ് ചിലപ്പോൾ ഓതുന്നത്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ്. അവിടെ ശ്വാസം വിടുന്നുണ്ടോ ഇല്ല എന്നുള്ളത് ഓരോരുത്തരുമാണ്, നാം ഓതുന്ന ഓരോരുത്തരുമാണ് ചിന്തിക്കേണ്ടത്. അവിടെ അഹദ് എന്ന് സുക്കൂൻ കൊടുത്തുകൊണ്ട് നിർത്തുകയാണെങ്കിൽ അവിടെ ശ്വാസം വിടേണ്ടതുണ്ട്, നിർത്തേണ്ടതുണ്ട്. നിർത്തലെങ്ങനെ? ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. കുഫു സുക്കൂനല്ല, ഫു, കുഫുവൻ അഹദ്. ഇനി നിർത്താതെ ഓതുകയാണെങ്കിലോ ഖുൽ ഹുവല്ലാഹു അഹദുനില്ലാഹുസ് സ്വമദ്. അഹദുനി, നി അവിടെ തെൻവീനാണ്. തെൻവീനിന് കസറായ കസറുള്ള നൂനിന് അവിടെ കൊണ്ടുവരണം, കൂട്ടി വായിക്കുമ്പോൾ. അഹദുൻ ലാ എന്ന് പറയാൻ പറ്റില്ല. അഹദുൻ ലില്ലാഹു എന്ന് പറയാൻ പറ്റില്ല. അഹദു ലില്ലാഹു, അഹദു ലി എന്നല്ല, നീ എന്നാണ്. അഹദുനില്ലാഹുസ് സ്വമദ്. അപ്പോൾ നമ്മൾ മിക്കവാറും അപ്പോൾ സ്പീഡാണ് ഓതല്. അപ്പോൾ സ്പീഡ് ഓതുമ്പം മിക്കവാറും ഈ കൂട്ടി വായന ഒന്ന് പഠിക്കുന്നതല്ലാണ്. ഖുൽ ഹുവല്ലാഹു അഹദുനില്ലാഹുസ് സ്വമദ്. അല്ലെങ്കിൽ പിന്നെ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഓതേണ്ടതുണ്ട്. സ്റ്റോപ്പ് ചെയ്യുന്നില്ല എങ്കിൽ അഹദുനില്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഇവിടെ ഈ ഒരു 1-ാമത്തെ ആയത്തിലെ പ്രയാസം വരുന്നുള്ളൂ. ബാക്കിയുള്ളിടത്തൊക്കെ എന്താണ് ഈ വലം യൂലദ്, അവിടെ സുക്കൂന് തന്നെയാണുള്ളത്. അവിടെ ഇപ്പം നമ്മൾ നിർത്തി ഓതിയാലും നിർത്താത്ത ഓതിയാലും ഇപ്പോൾ നമ്മൾ ലം യലിദ് വലം യൂലദ് ശ്വാസം വിട്ടു. ശ്വാസം വിട്ടാലും വിട്ടിട്ടില്ലെങ്കിലും അവിടെ ദാലിൻ്റെ സുക്കൂനാണ്. ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അടുത്ത സൂറത്ത് നോക്കുക. അത് ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ്. ഇങ്ങനെ ഓതാൻ പറ്റില്ല, തെറ്റാണ്. കാരണം അവിടെ നിർത്താതെയാണ് ഓതിയിട്ടുള്ളത്. നിർത്തി ഓതുമ്പോൾ ഖലഖ് ബിറബ്ബിൽ ഫലഖ് നിർത്തി. മിൻ ശർരി മാ ഖലഖ് നിർത്തി. പറഞ്ഞാൽ ശ്വാസം വിടുക. ശ്വാസം വിട്ട് അപ്പോൾ ഓരോരുത്തരാണ് പരിഗണിക്കേണ്ടത്. നമ്മൾ നിർത്തി ഓതുമ്പോൾ അങ്ങനെയാണ് ഓതേണ്ടത്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. ഇനി നമ്മൾ ഭയങ്കര സ്പീഡുള്ള ആൾക്കാരാകുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് സാവകാശം കൊടുക്കുക എന്നുള്ളത് നമുക്ക് ഒരു ശീലമല്ല. ഞങ്ങൾ സ്പീഡായിട്ട് ഇങ്ങനെ ഓതി ആ ഒരു രൂപത്തിലാണ് പലപ്പോഴും നമ്മുടെ ഓത്ത്. അപ്പം അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, അവിടെ നിർത്തരുത്. നിർത്താതെ ഓതുമ്പോൾ ഫലഖി എന്ന് പറയണം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ്. ഞാൻ അവിടെ നിർത്തണമെങ്കിൽ നിർത്താം. ഞാൻ അവിടെ നിർത്തിയിട്ടില്ലെങ്കിൽ മിൻ ശർരി മാ ഖലഖ വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ വമിൻ ശർരി നഫ്ഫാഥാത്ത്
ബാക്കി ഓതാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല, അപ്പോൾ ശ്വാസം വിട്ടു, ശ്വാസം മുറിഞ്ഞു. അപ്പോൾ ശ്വാസം മുറിയുമ്പോൾ അവിടെ നിർത്തണം. നഫ്ഫാസാത്ത് അല്ലേ, ومن شر النفاثات في العقد ومن شر حاسد إذا حسد. അപ്പോൾ ആ രൂപത്തിൽ ഫുള്ളായിട്ട് ഓതുകയാണെങ്കിൽ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ വമിൻ ശർരി നഫ്ഫാസാതി ഫിൽ ഉഖദ്. ബാക്കി കഴിയണില്ല, അപ്പുറത്തെത്തി. വമിൻ ശർരി നഫ്ഫാസാതി ഫിൽ ഉഖദ്. അവിടെ നിർത്തിയാലും നിർത്തിയിട്ടില്ലെങ്കിലും അടുത്ത് ഓതാണെങ്കിൽ ഫിൽ ഉഖദി വമി അവിടെ നിർത്തി ഞാൻ ഓതാണ്, പിന്നെ അടുത്ത ഓദ്യമേ വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. ഒരായത്തിനെ അടുത്ത ആയത്തിലേക്ക് ഓതുമ്പോൾ കൂട്ടി ഓതുമ്പോൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവിടെ പിന്നെ വമിൻ ശർരി നഫ്ഫാസാതി ഫിൽ ഉഖദ്, ഇത് സുക്കൂൻ കൊടുത്തുകൊണ്ട് പിന്നെ അടുത്ത് വരരുത്. സുക്കൂൻ കൊടുത്താൽ പിന്നെ അവിടെ നിർത്തുക, അല്ലെങ്കിൽ സുക്കൂൻ കൊടുക്കേണ്ട കെസർ കൊടുത്താമേ. അതിനെന്ത് ചെയ്യണം, നമ്മളിങ്ങനെ ഓതി ആ ഒരു ചിലപ്പോൾ ഒരു പക്ഷേ ഇങ്ങനെ ഓതി ശീലമായിട്ടുണ്ടാവും. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്. ഞാൻ ഈ ഓതുന്നതിലേറെ ചിലപ്പോൾ സ്പീഡിലായിരിക്കും പല ആളുകളും ഓതുന്നുണ്ടാവുക. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ മാറ്റണം, നിർത്തി പിന്നെ അവിടെ സുക്കൂൻ കൊടുത്തിട്ടാണ് ഓതുന്നതെങ്കിൽ നിർത്തണം, ഇല്ലെങ്കിൽ നിർത്തണ്ട. ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം, പിന്നെ അവിടെ സുക്കൂൻ കൊടുക്കണ്ട, ഗസർ കൊടുത്തോളി, ഗസർ കൊടുത്തിട്ടാണ് ഓതേണ്ടത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ അതിനെന്ത് ചെയ്യണം, റിപ്പീറ്റ് ചെയ്ത് എന്ത് ചെയ്യുക, നമ്മളെ കൂടായിട്ട് അല്ലെങ്കിൽ സ്വന്തമായിട്ടോ സംഗതി മനസ്സിലായല്ലോ. അപ്പോൾ ആ മനസ്സിലാക്കിയ രൂപത്തിൽ എന്നെ ഓതി ശീലമാക്കുക. എന്നാ പിന്നെ കുഴപ്പമില്ല. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് അവിടെ നിർത്തി. ومن شر غاسق إذا وقب ومن شر النفاثات في العقد. പ്രത്യേകിച്ച് സാവകാശം ഓതുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയല്ല, മിക്കവാറും നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഭയങ്കര ബിസിയുള്ള ആൾക്കാരാണല്ലോ. അപ്പം നമ്മൾ ഫാസ്റ്റായിട്ട് ഓതുന്നതാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അടുത്ത സൂറത്ത് ഓതുകയാണെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസി മലിക്കിൻ നാസി ഇലാഹിൻ നാസി മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അവിടെ നിർത്തി. الذي يوسوس في صدور الناس من الجنة والناس അവിടെ രണ്ട് നൂനും ശ്രദ്ധ കൊടുക്കണം, മണിക്കണം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ നിർത്തണം. സുക്കൂൻ കൊടുത്താൽ പിന്നെ അവിടെ നിർത്തണം. മലിക്കിൻ നാസ്, മലിക്കി എന്ന് പറയുന്നത് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് الذي يوسوس في صدور الناس من الجنة والناس. ഒന്നാമത്തെ അഊദു എന്ന് പറയരുത്. അത് വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ ഫാസ്റ്റ് ഓതുമ്പോൾ ചിലപ്പോൾ ഫാസ്റ്റ് ഓതിയാലും സാവകാശം ഓതിയാലും ചിലപ്പോൾ അറിയാതെ കുല്ല എന്നല്ല, ഖുൽ അഊദു പ്രത്യേകം നോട്ട് ചെയ്യണം. ഖുൽ അഊദു ചിലപ്പോൾ അറിയാതെ എന്ത് ചെയ്യും, നമുക്കൊക്കെ ഭയങ്കര ഓത്തും നമുക്കൊക്കെ അത്യാവശ്യം അറിയുന്ന ആളാണെങ്കിലും ഈ സൂറത്തൊക്കെ എപ്പോഴും ഓതുന്ന സൂറത്താണെങ്കിലും ഒരു പക്ഷെ അറിയാതെ ചിലപ്പോൾ വന്നു പോകും. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മണിക്കണം. മലിക്കി എന്ന് പറയുന്നത് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ്. ഇവിടൊക്കെ എന്താണ് അവസാനം വരുന്നത്, എന്താണ് പിന്നെ അവസാനത്തെ അക്ഷരത്തിന് സുഖം കൊടുത്തു തൊട്ടുമ്പ് നീട്ടാനുണ്ടെങ്കിൽ മധ്യ ആരിൽ വരുന്നുണ്ട്. നമ്മുടെ ഖത്മുൽ ഖുർആന്റെ ക്ലാസ്സിൽ എപ്പോഴും വിശദമായിട്ട് പറയുന്ന വിഷയങ്ങളാണ് ഈ ഒരു നിയമം. അപ്പോൾ ഖത്മുൽ ഖുർആന്റെ ക്ലാസ്സിലൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ആദ്യമായിട്ടൊക്കെ ചാനൽ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്യുക. പിന്നെ ആവശ്യക്കാരെന്ത് ചെയ്യുക, വാട്സപ്പിൽ
പ്രത്യേകിച്ച് ക്ലാസ്സുകളൊക്കെ ഖത്മുൽ ഖുർആൻ്റെ ക്ലാസ് തുടക്കം മുതൽ ക്ലാസ്സുകൾ ആവശ്യമുള്ളവർക്ക് എന്ത് ചെയ്യുക, നമ്മുടെ താഴെയുള്ള നമ്പറിൽ ഒന്ന് വാട്സപ്പ് മെസ്സേജ് അയക്കുക. മെസ്സേജ് അയക്കാൻ പ്രയാസമുള്ള മുതിർന്ന പ്രായമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കുട്ടികളോട് അറിയുന്ന ആരോടെങ്കിലൊക്കെ ഒന്ന് ചോദിച്ച് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യുക, ആ വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് അയക്കുക. ഇൻഷാ അല്ലാഹ് പിന്നെ ക്ലാസ് തുടക്കം മുതൽ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ആ ക്ലാസ്സുകളൊക്കെ നഷ്ടപ്പെടാതെ ഖത്മുൽ ഖുർആൻ ഫാത്തിഹ മുതൽ ഏതൊരാൾക്കും അക്ഷരം അത്യാവശ്യം തിരിയുന്ന ഒരാൾക്ക് ഖുർആൻ പാരായണം പഠിക്കാൻ വളരെ ലളിതമായിട്ട് കൂടുതൽ വിഷയങ്ങളൊന്നും ഇല്ലാതെ എല്ലാവർക്കും തിരിയുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടുള്ള വളരെ വിശദമായിട്ട് ചർച്ച ഖുർആൻ പാരായണം പഠിക്കാൻ മാത്രം ഉദ്ദേശിക്കുന്ന ആളുകൾ ഇതിലൊക്കെ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ മദ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇലഹിന്നാസ് മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ് الذي يوسوس في صدور الناس من الجنة والناس. അടുത്ത സൂറത്തുൽ ഫലഖിൽ നോക്കുകയാണെങ്കിൽ അവിടെയും ഖുൽ അഊദു പറയുന്നത് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. അതുപോലെ തന്നെ വമിൻ ശർരിൻ നഫ്ഫാഥാതി ഫിൽ ഉഖദ് ഐനാണ് ഫിൽ ഉഖദ് എന്ന് പറയുന്നത്. വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ലം യലിദ് വലം യൂലദ് വലം യകുൻ ലഹു എന്ന് പറയുന്നത് യകുൻ ലഹു ഹു ലഹു എന്നുള്ളടത്ത് ചെറിയൊരു നീട്ടിൽ നീട്ടാം, ചെറിയ നീട്ടില് യകുൻ ലഹു കുഫുവൻ അഹദ്. ഇൻഷാ അല്ലാഹ് മനോഹരമായിട്ട് പാരായണം ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റിലായിട്ട് അറിയിക്കുക. ഉപകരിക്കുമെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് കുടുംബ ഗ്രൂപ്പുകളിലേക്ക് അയച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ പ്രത്യേകം എപ്പോഴും നമ്മൾക്ക് നിസ്കാരത്തിലൊക്കെ ഓതുന്ന സൂറത്തായതുകൊണ്ട് തന്നെ ആർക്കെങ്കിലൊക്കെ ഉപകാരപ്പെടുകയാണെങ്കിൽ അതിൻ്റെ കൂലി നമുക്ക് ലഭിക്കും. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മനോഹരമായിട്ട് പാരായണം ചെയ്യാനും ധാരാളമായിട്ട് ഖത്മുൽ ഖുർആനൊക്കെ തീർക്കാനും അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.